കൊച്ചുമക്കൾക്ക് വേണ്ടി IB സിലബസ് പഠിച്ചെടുത്ത, ഹോംവർക്ക് ചെയ്ത്, ട്യൂഷൻ എടുത്ത് കുട്ടികളെ ഹാൻഡ് ഹോൾഡ് ചെയ്ത ഒരു ഒരു ഗ്രാൻഡ് ഫാദർ എന്ന രീതിയിൽ ഗ്രാൻഡ് പേരൻസിന് ഇന്ത്യയിലെ ഒരു ഫാമിലിയൽ സിസ്റ്റമാണ്, നമ്മുടെ ഒരു കുടുംബമാണ് നമ്മുടെ ഒരു ഒരു അടിസ്ഥാന ഘടകം. അപ്പോൾ ആ ഒരു കുടുംബത്തിലെ മിക്കവാറും കുടുംബങ്ങളിലെല്ലാം ഗ്രാൻഡ് പേരൻസ് ഉണ്ടാവും. അപ്പോൾ ഗ്രാൻഡ് പേരൻസിന് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? ഗ്രാൻഡ് പേരൻസിൻ്റെ വലിയൊരു ക്യാപിറ്റൽ ഉണ്ട്. ആ ക്യാപിറ്റൽ അവരെന്നെ അറിയുന്നില്ല അവരിൽ എന്താണുണ്ടെന്നുള്ളത്. ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ മുത്തശ്ശൻ്റെ കയ്യിൽ എന്ത് ക്യാപിറ്റലാണ്, മൂലധനം ഉണ്ടായിരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ എല്ലാ കോപ്പികളും അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു, എൻ്റെ മുത്തച്ഛൻ. അപ്പോൾ അദ്ദേഹം എന്നെക്കൊണ്ട് ഇത് വായിപ്പിക്കും. അത് വായിക്കണം, ഇത് വായിക്കണം, റസ്സലിൻ്റെ ഇത് വായിക്കണം, ഷേക്സ്പിയറുടെ ഇത് വായിക്കണം. അതായത് അദ്ദേഹം ഇംഗ്ലീഷ് പ്രൊഫസർ ആയതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയായിട്ടുള്ള ഒരു പരിചയം ഏതാണ്ട് 10ാം ക്ലാസ് മുതൽക്ക് എനിക്ക് കിട്ടൽ കഴിഞ്ഞു. അപ്പോൾ ഞാൻ എപ്പോഴും അത് ഓർക്കും, വാട്ട് മൈ ഗ്രാൻഡ് ഫാദർ ഹാസ് ഡൺ. അപ്പോൾ ഞാൻ ആലോചിക്കും, ഫിസിക്സ് നമ്മുടെ ചെറിയ കുട്ടികൾ വായിക്കും, അവർ ഫിസിക്സ് വായിക്കുന്നുണ്ട്, കെമിസ്ട്രി വായിക്കുന്നുണ്ട്, ഞാനും അവരുടെ കൂടെ ഇരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ വളരെ വ്യത്യാസമുണ്ട് അവരുടെ സിലബസിൽ. ഇതിൽ അവർ എപ്പോഴും അഡ്വാൻസ് ഒരു സയൻറ്റിഫിക് അപ്രോച്ചാണ് ഈ IB സിസ്റ്റത്തിൽ എടുക്കുന്നത്. അതായത് ഒരു റിസർച്ച് സയൻറ്റിസ്റ്റ് കാണുന്ന പോലെയാണ് ഈ പ്രോബ്ലത്തിനെ കാണുന്നത്. അപ്പോൾ ഞാൻ ഇതിലത്തെ ചില പ്രോബ്ലങ്ങൾ ഞാൻ നോക്കി എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ചർച്ച ചെയ്തു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെയാണ് ഒരു സയൻറ്റിഫിക് അപ്രോച്ച് നടത്തുക. അപ്പോൾ ഈ സിലബസ് ശരിക്കും നാവിഗേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഒരു സയൻറ്റിഫിക് മൈൻഡ് വേണം. അതായത് ഇപ്പോൾ ഫിസിക്സ് പഠിപ്പിക്കുന്ന ഒരു IB ടീച്ചർ എൻ്റെ വിലയിരുത്തലിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരിക്കും. കെമിസ്ട്രി പഠിപ്പിക്കുന്ന IB ടീച്ചർ ഒരു കെമിക്കൽ എഞ്ചിനീയർ ആയിരിക്കും. പറ്റുമെങ്കിൽ ബയോളജി പഠിപ്പിക്കുന്നത് ഒരു മെഡിക്കൽ ആയിരിക്കും. എന്താ വെച്ചാൽ ആ ലെവലിലുള്ള തിയറിയും പ്രാക്ടീസുമാണ് ഇതിൽ മുഴുവൻ വരുന്നത്. അപ്പോൾ നമ്മൾ ആ സിലബസ് പഠിച്ച് അവരുടെ കൂടി ഇരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പഠിക്കലായിരുന്നു. ഇറ്റ് വാസ് മൈ ലേണിംഗ്.